അല്ലെങ്കിൽ നമ്മുടെ റെക്കഗ്നേഷൻ പവർ വേണ്ടത് ഒരു 12 മീറ്റർ ഏരിയയ്ക്കുള്ളിലായിരിക്കണം. അത് പ്ലാസ്റ്റിക് ബോഡിയാണ് ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി, അതായത് പിക്ചർ ക്വാളിറ്റി ഇവിടെ കിടക്കുന്ന എപ്പോഴും മീഡിയം ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹിക്വിഷൻ്റെ ഒരുപാട് ക്യാമറകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറകൾ. അൾട്രാ സീരീസ് എന്ന് പറഞ്ഞാൽ 3 ലൈൻ സീരീസിൽ വരുന്ന ക്യാമറകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും വില കുറഞ്ഞൊരു ക്യാമറയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്യാമറ ആർക്കാണ് ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 12 മീറ്റർ ദൂരെ വരെയാണ് നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ റെക്കഗ്നേഷൻ പവർ വേണ്ടത് ഒരു 12 മീറ്റർ ഏരിയയ്ക്കുള്ളിലായിരിക്കണം. അതേസമയം നമുക്കൊരു 82 ഡിഗ്രിയോളം വൈഡായിട്ട് നമുക്ക് കാണുകയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യാം. ഈ ഒരു ക്യാമറ 2 മെഗാ പിക്സൽ ക്യാമറയാണ്. മാത്രമല്ല ഇതിനോട് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഇതേ വിലയിൽ ഏതാണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റ് ക്യാമറകൾ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ വലിയ സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. അതുമാത്രമല്ല 40 മീറ്ററോളം ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനാണ് ഈ ഒരു ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ലിമിറ്റേഷൻസും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാത്രമല്ല ഈ ഒരു ക്യാമറ നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ 12 മീറ്ററോളം നമുക്ക് റെക്കഗ്നേഷൻ പവർ കിട്ടും. അതായത് 5 മീറ്ററാണ് ഐഡൻറ്റിഫിക്കേഷൻ പവർ വരുന്നത്. ഞാൻ ഈ ഒരു ടെക്നിക്കൽ ടേമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കത് മനസ്സിലാവില്ല. അതായത് ഐഡൻറ്റിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയെ വളരെ വ്യക്തതയോടെ കാണാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വ്യക്തികളെ നമുക്ക് വളരെ വ്യക്തതയോടെ കാണാൻ പറ്റുന്നതാണ് ഈ ക്യാമറയുടെ ഐഡൻറ്റിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അതൊരു 5 മീറ്ററൊക്കെയാണ് വരുന്നത്. അതേസമയം 12 മീറ്റർ വരെ നമുക്ക് റെക്കഗ്നേഷൻ പവർ വരുന്നുണ്ട്. മാത്രമല്ല 40 മീറ്ററാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത്. അതായത് രാത്രിയിൽ ഈ ഒരു ക്യാമറ ഇൻഫ്രാറെഡ് ക്യാമറ ആയതുകൊണ്ട് ഇതിൽ നിന്ന് IR ലൈറ്റ് പുറത്തേക്ക് വരും. ആ IR ലൈറ്റ് നമുക്ക് സാധാരണ മനുഷ്യർക്കൊന്നും ആ ലൈറ്റ് കാണാൻ സാധിക്കില്ല. ചില മൃഗങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ലൈറ്റ് എത്രത്തോളം ദൂരം എത്തും എന്നുള്ളതാണ് ഈ ഒരു 40 മീറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു ക്യാമറ നൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ 40 മീറ്റർ ദൂരം നിൽക്കുന്ന ആളുടെ മുഖം വളരെ വ്യക്തമായി കാണും എന്നതുകൊണ്ട് അതിനർത്ഥമില്ല. പക്ഷെ 12 മീറ്റർ ദൂരത്തോളം കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ അത് ഞാൻ കാണിച്ചിരുന്ന വീഡിയോ നോക്കിയ ശേഷം നിങ്ങൾ എടുക്കുക. അതിൻ്റെ സാമ്പിൾ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ക്യാമറ വെതർ പ്രൂഫ് ക്യാമറയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. സാധാരണ ഒരു ക്യാമറയെ പോലെ തന്നെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഡിസൈനിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഈ ഒരു ക്യാമറയുടെ ഇൻഫ്രാറെഡ് ലൈറ്റ് വരുന്നത്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാനൊന്നും സാധിക്കില്ല. പ്ലാസ്റ്റിക് ബോഡിയാണ് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് POE എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ POE പോർട്ടുണ്ട്, RJ45 പോർട്ടാണ്. പിന്നെ നമ്മൾ POEയിൽ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നില്ല, POE സ്വിച്ച് നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ട് പവറും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ വരുന്നത് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഏതാണ്ട് ഒരു 200-250 ഗ്രാമിൽ താഴെയാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. സാധാരണ നമ്മൾ ഏത് ക്യാമറ അൺബോക്സ് ചെയ്യുമ്പോഴും കാണുന്ന പോലെ തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു ബോക്സിലും ഉള്ളൂ. ഇത് വെതർ പ്രൂഫ് ഗ്ലാൻഡാണ്. അതുപോലെ തന്നെ ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് വരുന്നുണ്ട്, പിന്നെ സ്ക്രൂ വരുന്നുണ്ട്. അതുപോലെ വാട്ടർ പ്രൂഫ് ടേപ്പും ഈ ഒരു ക്യാമറയുടെ ബോക്സിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറ ഞാനവിടെ പുറത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ഈ ഒരു ക്യാമറയുടെ വ്യൂ നിങ്ങളെ ഒന്ന് IVMS 4200 സോഫ്റ്റ്വെയറിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ IVMS 4200 സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് ഗൂഗിളിൽ, അതായത് ഹിക്വിഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത ആ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാമറയുടെ IP എന്ന് പറഞ്ഞാൽ 1 റേഞ്ചിലായിരിക്കും. നമ്മൾ ആ ഒരു IP അഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്കിലേക്ക് ഞാനിത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 10.0.0. അതുപോലെ 104 എന്നുള്ള IP ആണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് ആദ്യം ഒരു പേര് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ യൂസർ IDയും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അപ്പോൾ എൻ്റെ ക്യാമറയുടെ പാസ്വേഡ് ഞാൻ കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ സിങ്ക്രണൈസ് ടൈം എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഇട്ട ശേഷം ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ നമുക്കിവിടെ ഇങ്ങനെ എടുക്കാൻ സാധിക്കും. അത് ഇതാണ് നമ്മുടെ ക്യാമറയുടെ വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഫുൾ സ്ക്രീനിലേക്ക് ഇടുകയാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയിൽ ഈ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്.
നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന IP ക്യാമറകളിൽ ഏറ്റവും വില കുറഞ്ഞൊരു ക്യാമറയാണ്. ഈ ഒരു ക്യാമറയിൽ ഓഡിയോ ഫീച്ചർ വരുന്നില്ല. ഇതിൽ മൈക്കൊന്നും ഇല്ല, ഇൻബിൽഡ് മൈക്കും ഇല്ല, അതുപോലെ തന്നെ സ്പീക്കറും ഇല്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ ഞാൻ ഒരു പ്രൈമറി ക്യാമറയായിട്ട്, അതായത് വീട് മൊത്തം നമ്മൾ ക്യാമറ വയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു ചതുരമാണ് നമ്മുടെ വീട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 4 ക്യാമറയെങ്കിലും ചുറ്റിനും നമുക്ക് വെക്കേണ്ടി വരും. അപ്പം നമുക്ക് വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും കുറച്ചും കൂടെ ഇതിനേക്കാളും വില കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ നിങ്ങൾക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ജനലിന്റെ പോർഷൻസോ അങ്ങനെയൊക്കെ നമുക്ക് കവർ ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ വല്ല ഗോഡൗണിലൊക്കെ നമുക്ക് വെക്കാനൊക്കെ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2 മെഗാ പിക്സൽ ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം സൂമിങ്ങിലൊന്നും വലിയൊരു ഹയസ്റ്റ് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന പൈസ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാത്രമേ ഇതിന്റെ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന്റെ സെൻസർ കുറച്ചുകൂടെ നല്ലതാണ്. സാധാരണ സെൻസർ 1/3 ആണ് വരുന്നതെങ്കിൽ ഇത് 1/2.9 ഇഞ്ച് പ്രോഗ്രസീവ് സിമോ സെൻസർ ആണ് വരുന്നത് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ക്യാമറയുടെ വെബ് ഇന്റർഫേസിൽ ഈ ഒരു ക്യാമറ ആക്സസ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ IP ഇവിടെ കൊടുക്കുക. ഇപ്പോൾ 10.0.0.104 IP. അപ്പോൾ നമുക്ക് ഇവിടെ യൂസർ ഐഡിയും പാസ്വേഡും നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ യൂസർ ഐഡിയും പാസ്വേഡും നമുക്ക് കൊടുക്കാം. ഞാൻ ആ യൂസർ ഐഡിയും പാസ്വേഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ പ്ലഗിൻ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്ലഗിൻ ഇൻസ്റ്റലേഷൻ ആവും. പ്ലഗിൻ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ IVMS 4200 കണ്ട രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിന്റെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ IP ക്യാമറയാണ് വെക്കുന്നെങ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ബ്രൗസർ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ ലോക്കൽ ഏരിയയിൽ ഇരുന്നുകൊണ്ട് വരെ നമുക്ക് വേണമെങ്കിൽ ആ ക്യാമറയുടെ NVR ഒന്നും ഇല്ലാതെ തന്നെ ഇത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ NVR ഇല്ലാതെയാണ് ഈ ഒരു ക്യാമറ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ക്യാമറയ്ക്ക് NVRന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ക്യാമറയ്ക്കുള്ളിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ ആ മെമ്മറി കാർഡിലേക്ക് റെക്കോർഡ് ആവുന്ന ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഹിക്വിഷന്റെ ഈ ഒരു IVMS സോഫ്റ്റ്വെയർ ഉണ്ട്. IVMS 4200 സോഫ്റ്റ്വെയറിൽ നമുക്ക് PC NVR എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അത് ലഭ്യമല്ല. പക്ഷെ നിങ്ങൾക്ക് യൂറോപ്പ് വേർഷൻ ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴയ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു ക്യാമറയെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് FTP സെർവറൊക്കെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് FTP സെർവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് PC NVRന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ കോൺഫിഗറേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു ക്യാമറയുടെ വീഡിയോ സെറ്റിംഗ്സ്, ഇത് ഫുൾ HD റെസൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1920x1080 പിക്സൽ എന്ന് കാണിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ മാക്സിമം ബിറ്റ് റേറ്റ് ഇവിടെ 4096 kbps ആണ് കൊടുത്തേക്കുന്നത്. ബിറ്റ് റേറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അതൊരു അങ്ങനെ ചുമ്മാ നമുക്ക് തോന്നിയ രീതിയിൽ ബിറ്റ് റേറ്റ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പാടില്ല. അത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കംപ്രഷൻ ടെക്നോളജി വെച്ചിട്ട് 65 ഉണ്ട്, 64 ഉണ്ട്, പിന്നെ 65+ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേഞ്ച് ചെയ്യുക. കാരണം അതൊരു അഡ്വാൻസ്ഡ് ലെവൽ സെറ്റപ്പാണ്. കാരണം നമ്മൾ മാനുവലായിട്ട് അതിനകത്ത് iframe ഇന്റർവെല്ലൊക്കെ കോൺഫിഗർ ചെയ്ത് കൊടുത്താലേ അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇമേജ് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്, അതുപോലെ ബാക്ക് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, ലോ ഇലുമിനേഷൻ, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് കൊടുക്കാം. ഞാൻ പൊതുവെ ക്യാമറ വളരെ കൂരിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഇവിടെ ലോ ഇലുമിനേഷൻ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ ഇടുവാണെങ്കിൽ കുറെ കൂടെ നൈറ്റിൽ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ ക്യാമറയുടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാമറയെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഈ ഒരു ക്യാമറയുടെ കളർ ഒന്ന് വർദ്ധിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സാച്ചുറേഷൻ പതിയെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇവിടെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ നമ്മുടെ ആ ഒരു പ്രൊഫൈലിനനുസരിച്ച്, നമ്മൾ എവിടെയാണോ ക്യാമറ വയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് പോലെയാണ് ഈ ബേസിക്, ബാക്ക് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം. അപ്പം ക്യാമറയ്ക്കുള്ളിൽ തന്നെ ആ ഒരു ഏരിയയ്ക്ക് അനുസരിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടതെന്ന് അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം സെറ്റിംഗ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്യാമറ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ ഇപ്പോൾ ഏറ്റവും പുതിയ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഫേംവെയർ തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നത്. പ്ലാറ്റ്ഫോം ആക്സസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോണിലായിട്ട് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറ നമുക്ക് വേണമെങ്കിൽ അതർ ബ്രാൻഡ് NVRലേക്ക് CP+, ദഹുവ, OUNV അങ്ങനെയുള്ള മറ്റേതെങ്കിലും NVRകളിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ONVF പ്രോട്ടോകോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യുക. ആ യൂസറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു
NVRലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇക്വേഷനിലാകുമ്പോൾ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത അതേ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ മതി. പക്ഷെ മറ്റേതെങ്കിലും NVRലേക്ക് ആഡ് ചെയ്യുമ്പോൾ ONVF യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ വീഡിയോ ആൻഡ് ഓഡിയോ ഫീച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ റെസൊല്യൂഷൻ ഇപ്പോൾ 1920x1080 പിക്സലാണ്. നമ്മൾ വെച്ചിരിക്കുന്ന NVRലേക്ക് അത്രത്തോളം ക്വാളിറ്റിയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റെസൊല്യൂഷൻ കുറച്ചിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 1MBയിലേക്ക് ഈ ഒരു ക്യാമറ ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി, അതായത് പിക്ചർ ക്വാളിറ്റി ഇവിടെ കിടക്കുന്ന എപ്പോഴും മീഡിയം ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം നമ്മളൊരു വെറുതെ അങ്ങനെ കയറിയിട്ട് മാറ്റം വരുത്തുന്നത് ഒരിക്കലും നല്ലതായിരിക്കില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചാനൽ നമ്പർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പബ്ലിക് വീഡിയോ അല്ലാതെ പ്രൈവറ്റ് വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെയ്ഡാണ്. ആ വീഡിയോ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ അവിടെ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഞാൻ ഇട്ടൊക്കെ കാണാൻ പറ്റും. തുടർന്നും അതിനകത്തേക്ക് വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. അതിനധികം വലിയ റേറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. താല്പര്യമുള്ളവർ, ടെക്നിക്കലായിട്ടൊക്കെ കൂടുതൽ അറിയണം എന്നുള്ളവരൊക്കെ അത് വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇമേജ് സെറ്റിംഗ്സ്, ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റുമോ, ഇവിടെ റോയ് എന്നൊരു ഫീച്ചർ ഉണ്ട്. റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സെറ്റപ്പാണ് റോയ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒറ്റ റോയ് ഫീച്ചർ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഈ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പം ഞാനിവിടെ താഴെ ക്യാമറ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ളായിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഒരേ റെസൊല്യൂഷനാണ് എല്ലായിടത്തും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട്, ഇതിപ്പോൾ അപ്പുറത്തെ ഏരിയയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഓഫീസിൻ്റെ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് റെസൊല്യൂഷനിൽ നല്ല രീതിയിൽ റെക്കോർഡിങ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അവിടത്തേക്ക് മാത്രം കൂടിയ റെസൊല്യൂഷനിൽ റെക്കോർഡ് ആകുകയും ബാക്കിയുള്ള ഏരിയ കാണും, എന്നാൽ കുറച്ച് കുറഞ്ഞ റെസൊല്യൂഷനിലായിരിക്കും റെക്കോർഡ് ആകുന്നത്. അപ്പോൾ കൂടുതൽ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ റോയ് എന്നുള്ളൊരു ഫീച്ചർ. കൂടിയ മോഡലിലെ ക്യാമറകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ റോയ് ഫീച്ചർ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അവിടെ നമുക്ക് 4-5 റീജിയൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്യാമറയിൽ ഒരു സിംഗിൾ റോയ് ഫീച്ചർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ റീജിയൻ മാത്രമാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ഇമേജ് എന്നുള്ള സെറ്റപ്പ് തന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് റെക്കോർഡിംഗ്, ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവന്റ് ഡിറ്റേഷനകത്ത് ഇവിടെ മോഷൻ ഡിറ്റേഷൻ ഇവന്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് മോഷൻ ഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ടാർഗറ്റ് ക്ലാസിഫിക്കേഷൻ ഹ്യൂമനും ഉണ്ട്, അതുപോലെ തന്നെ വെഹിക്കിളും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ വീഡിയോ ടാമ്പറിംഗ് ഉണ്ട്. അതുപോലെ വീഡിയോ എക്സെപ്ഷൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ക്യാമറ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോവുകയാണെങ്കിൽ നമുക്കൊരു അലേർട്ട് വരുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ IP ക്യാമറ മറ്റ് ക്യാമറകളുമായിട്ട് ക്യാമറയ്ക്ക് IP കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്, അതുപോലെ ഇല്ലീഗൽ ലോഗിൻസ്, നമ്മുടെ ക്യാമറയിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടൊരു ലോഗിൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ അലാം സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് FTP സെർവർ നമ്മുടെ നെറ്റ്വർക്കിൽ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, FTP സെർവർ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഷനൊക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും സെർവറിലേക്ക് പിക്ചേഴ്സ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇമെയിൽ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇമെയിൽ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമെയിൽ സെർവർ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെയിലിലേക്കായിരിക്കും പിക്ചേഴ്സ് നമുക്ക് പോകുന്നത്. പിന്നെ നമുക്ക് അലാം സെർവർ ഇതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സ്മാർട്ട് ഇവന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഇൻട്രൂഷൻ ഡിറ്റക്ഷനും ലൈൻ ക്രോസിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റീജിയൻ എൻട്രൻസ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യും, റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യും, അൺഅറ്റൻഡഡ് ബാഗേജ് ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യും, ഒബ്ജക്റ്റ് റിമൂവൽ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ക്യാമറയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതൊരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ടല്ലേ ഇടുന്നതെന്ന്. നമുക്ക് ക്യാമറയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഹിക്യൂഷൻ അയച്ചു തന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നതല്ല. എനിക്ക് ഈ ക്യാമറ ഇവിടെ സെയിൽ ചെയ്യാനുള്ളത് ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മറ്റ് പല ആളുകൾ വീഡിയോ ചെയ്യുന്ന പോലെ അവരുടെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കണ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നൊന്നുമല്ല. അങ്ങനെ ക്യാമറ അയച്ചു തന്നിട്ട് അത് ചെയ്യുന്നൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ 2 മെഗാപിക്സലാണ്. ഇപ്പം 2 മെഗാപിക്സലാണ് ബേസിക് ആയിട്ട് എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ക്യാമറ. അതിലും താഴെ ക്യാമറയൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഷോപ്പുകാരൊന്നും തന്നെ 2 മെഗാപിക്സൽ താഴെ ഒരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതായിട്ട്. അപ്പം നിങ്ങൾ ഷോപ്പിൽ നിന്നോ എവിടെന്നെങ്കിലും ക്യാമറ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓൺലൈനായിട്ട് നമ്മളെ ക്യാമറ ഒന്നും പർച്ചേസ് ചെയ്യാൻ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. കാരണം ഈ പ്രോഡക്റ്റുകളെല്ലാം പുറം സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ സംസ്ഥാനത്തു നിന്നല്ല ഈ പ്രോഡക്റ്റുകളൊന്നും തന്നെ വരുന്നത്. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും, കർണാടകയും തമിഴ്നാടൊക്കെ ആയിരിക്കും.
അപ്പോൾ നമുക്ക് ഇവിടെ ലോക്കലായിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നമ്മളത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് സെയിൽ ചെയ്യാത്തതുകൊണ്ട് ഒരിക്കലും തന്നെ അവരെന്ത് ചെയ്യില്ല, വാറണ്ടിക്ക് വേണ്ടി എടുക്കില്ല. പിന്നെ നമ്മുടെ ടിവിയും ഫ്രിഡ്ജൊക്കെ നന്നാക്കുന്ന പോലെ ലോക്കലായിട്ടുള്ള ഷോപ്പുകളൊന്നും തന്നെ ക്യാമറകൾ സർവീസ് ചെയ്യുന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അങ്ങനെ ഞാൻ 9 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. എൻ്റെ അറിവിൽ അങ്ങനെ മറ്റ് ക്യാമറകളൊന്നും മറ്റ് പ്രോഡക്റ്റുകൾ ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന പോലെ ക്യാമറ ആരും റിപ്പയർ ചെയ്യുന്നില്ല. ഒന്നാമതായിട്ട് ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ പാർട്സ്, ക്യാമറയുടെ ഒന്നും പാർട്സ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ഒന്നും തന്നെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ആരും അത് ചെയ്യാത്തത്. അപ്പോൾ അതാത് ഷോപ്പുകാർ വിൽക്കുന്നതൊക്കെ അവർ സർവീസ് ചെയ്തോളൂ. ഇപ്പോൾ ഞങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് എന്തെങ്കിലും, ഞങ്ങൾ ഇൻസ്റ്റലേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റുകളിലൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ അത് സർവീസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിലേക്കാണ് അത് റിപ്പയറിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കർണാടകയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊറിയർ അയച്ചു കൊടുത്തിട്ട് അവരവിടെ നിന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരണം. പക്ഷേ നമ്മൾ അങ്ങനെ കൊറിയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം പല ആൾക്കാരും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു മറുപടിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. കാരണം നമ്മൾ ഓതറൈസ്ഡ് ഷോറൂമിലേക്കല്ല അത് അയക്കുന്നത്, നമുക്ക് ആരാണോ തന്നത് അവരുടെ അടുത്തേക്കാണ് നമ്മൾ അയക്കുന്നത്. അങ്ങനെ അയക്കാനാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പില്ല. ഞങ്ങൾ 9 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള സ്ഥാപനമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സർവീസ് കൊടുക്കണം, ഇൻസുലേഷൻ ചെയ്താൽ സർവീസ് കൊടുക്കണം എന്ന് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും വന്നിട്ട് ഇൻസുലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും സർവീസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഇൻസുലേഷൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മുടെ പേര് ചീത്തയാക്കുന്ന രീതിയിൽ ഒരിക്കലും ഞങ്ങളൊരു ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.